Praise the Lord. I greet you all in the sweet name of our Lord and Savior Jesus Christ. ദൈവത്തിന്റെ മഹത്വം നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി വന്ദനം ചെയ്യട്ടെ. God has brought us to another Sunday to be in His presence, to worship Him. ഒരു ഞായറാഴ്ച കാലം കൂടി ദൈവസന്നിധിയിൽ അവനെ ആരാധിപ്പാനായി ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. Times are difficult, times are getting more uncertain as never before. കാലഘട്ടങ്ങളൊക്കെയും പ്രയാസകരമായിട്ട് അനിശ്ചിതകരമായിട്ട് മറ്റുള്ള സമയങ്ങളെക്കാൾ വ്യത്യസ്തമായ കാലഘട്ടങ്ങളായിരിക്കുന്നു. But God is keeping us safe and protected. എന്നാൽ ദൈവം നമ്മെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. We have 3 birthday celebrants during the week. നമുക്ക് ഈ ആഴ്ചയിലെ 3 ബർത്ത്ഡേ ആഘോഷിക്കുന്ന വ്യക്തികളുണ്ട്. Noel Saji on 10th of June, Bennett Ebu on 11th of June, and Asher Abraham on 11th of June. നോയൽ സജി ജൂൺ 10ാം തീയതിയും ബെനറ്റ് എബു ജൂൺ 11, ആഷർ എബ്രഹാം 11th. ജൂൺ 11. We wish you all a very happy birthday and a glorious year ahead of you. നിങ്ങൾക്കൊക്കെ സന്തോഷകരമായ ഒരു ജന്മദിനവും അതുപോലെ മഹത്വകരമായ ഒരു വർഷവും ഞാൻ ആശംസിക്കുന്നു. Let me bring your attention to the word of God. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. I have been thinking of Sunday message almost through the week. ഈ ഒരാഴ്ചക്കാലം മുഴുവൻ ഈ ഞായറാഴ്ചത്തെ പറയുവാനുള്ള സന്ദേശത്തെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു. More than the recent songs that we hear, I love listening to hymns. ഈ അടുത്ത സമീപകാലങ്ങളിലുള്ള പാട്ടുകൾ കേൾക്കുന്നതിനേക്കാൾ അധികം ഞാൻ വളരെ സന്തോഷിക്കുന്നത് പഴയ കീർത്തനങ്ങൾ ഗാനങ്ങൾ കേൾക്കുന്നതിലാണ്. I have no issues with the recent songs. പുതിയ പാട്ടുകൾ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല അതിന്റെ അർത്ഥം. But old hymns are too rich in theology. എന്നാൽ പഴയ പാട്ടുകൾ നാം എടുക്കുമ്പോൾ ദൈവശാസ്ത്രപരമായിട്ട് വളരെ ധനികമായ പാട്ടുകളായിട്ട് കാണുവാൻ കഴിയും. The depth of it continues to speak to people. അതിന്റെ ആഴങ്ങള് ഇപ്പോഴും ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. And I think it's the same in almost every language of the world. ലോകത്തിലെ എല്ലാ ഭാഷകളിലും അത് അപ്രകാരം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. One of the reasons personally I think spiritual depth of individuals has become diluted. ഒരു ആളുകളുടെ ആത്മീക ആഴങ്ങൾക്ക് അളവ് കുറഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നതിന്റെ ഒരു കാരണം I see that old hymns were born out of certain very tough experiences. പഴയ പാട്ടുകളൊക്കെയും അത് ഉത്ഭവിച്ചത് ജീവിതത്തിലെ കഠിനമായ ചില സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്നായിരുന്നു. And there is this song that I heard in Bill Gaither's homecoming series. ബിൽ ഗേതേഴ്സിന്റെ ഹോം കമ്മിങ് സീരീസിലുള്ളതായ ഒരു പാട്ട് ഞാൻ ഇപ്രകാരം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. Song written by Joel Hemphill. ജോയൽ ഹെംഫിൾ എന്ന് പറയുന്നതായ ഒരു വ്യക്തി എഴുതിയ പാട്ടാണത്. He went through a very tough time of colon cancer. കോളൻ ക്യാൻസറിന്റേതായ ഒരു വളരെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ താൻ കടന്നുപോയി. Which followed with a season of depression that he went through. അതിനെ തുടർന്ന് ജീവിതത്തിൽ വലിയ വിഷാദ രോഗത്തിൻ്റെതായ അവസ്ഥയിലൂടെയും താൻ കടന്നുപോയി. We got to remember that he was a very good Christian, a brilliant singer and a songwriter. നാം ഓർക്കണം താൻ വളരെ നല്ല ഒരു ക്രിസ്ത്യാനിയും നല്ല ഒരു പാട്ടുകാരനും പാട്ട് എഴുതുന്നവനുമായ ഒരു വ്യക്തിയായിരുന്നു. But then in the season of depression and the recovery from this colon cancer, he understood the depth of God's faithfulness in his life. എന്നാൽ ഈ വിഷാദ രോഗത്തിൽ തുടർന്ന് കടന്നുപോയ കാലഘട്ടങ്ങളിൽ കോളൻ ക്യാൻസറിൽ നിന്ന് താൻ മോചനം നേടി വന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ആഴം എന്തെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. There were people saying, how come Joel was struck with this sickness? ജോയലിന് എങ്ങനെ ഈ രോഗം വന്നു എന്ന് പറയുന്നവർ അക്കാലത്തുണ്ട്. He was a brilliant Christian living a good Christian life. How come this happened to him? ഏറ്റവും നല്ലൊരു ക്രിസ്ത്യാനി മനോഹരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുന്ന ഒരു വ്യക്തി തനിക്ക് എങ്ങനെ ഇതുണ്ടായി? And somebody who was in the limelight is nowhere seen except on his sick bed. എപ്പോഴും വെളിച്ചത്തിൽ തിളങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ ഇതാ രോഗക്കിടക്കയിൽ മാത്രമാണ് ആളുകൾ കാണുന്നത്. And that takes him through a season of depression. അതാണ് അവനെ ഒരു വിഷാദ രോഗത്തിലൂടെ നടത്തുവാനിടയായത്. But he found deeper confidence in the Lord and in his faithfulness, and he sang a song. എന്നാൽ ദൈവത്തിൽ അവന് വലിയൊരു ഉറപ്പും അവന്റെ വിശ്വസ്തതയിൽ വലിയ ആശ്രയിക്കുവാനുള്ള വകയും കണ്ടതുകൊണ്ട് അവനൊരു പാട്ട് എഴുതുവാനിടയായി. I heard this hymn and it brought too many memories in my mind too.
ഈ പാട്ട് ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വളരെയധികം ചിന്തകൾ അത് കൊണ്ടുവരുവാനിടയായി. And he pens down this song saying, he is still working on me. ഈ പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ഇപ്പോഴും എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. I'm going through colon cancer. This is the time where my God is working on me. ഞാൻ കോളൻ ക്യാൻസറിൽ കൂടി കടന്നു പോകുന്നുണ്ട്, എന്നാൽ ഈ കാലഘട്ടത്തിലാണ് എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Mentally I'm downcast, and this is the season he continues to work on me so that I become what I need to be. ഞാൻ മാനസികമായി വളരെ തകർന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം, എന്നാൽ ഈ കാലത്തിൽ ഞാൻ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നതിന്റെ കാരണം ഞാൻ ആരായി തീരണമോ അവിടെ ഞാൻ ചെന്നെത്തുവാൻ ദൈവം പണിയുകയാണ്. The God whom I serve, for him it just took a week to make the moon and the stars and the sun and the earth and the Jupiter and Mars. ഞാൻ സേവിക്കുന്നവനായ ദൈവത്തിന് ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും വ്യാഴത്തെയും ഒക്കെ ഉണ്ടാക്കാൻ ഒരാഴ്ച മാത്രം മതിയായിരുന്നു. But he understood on his sickbed how patient and loving he must be because he is still working on me. എന്നാൽ രോഗക്കിടക്കയിലായിരുന്നപ്പോൾ അവന് മനസ്സിലായി, എൻ്റെ ദൈവം എത്രയോ ക്ഷമയും കരുണയും ഉള്ളവനാണ്, കാരണം അവൻ എൻ്റെ ജീവിതത്തിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Several fans of him were praying for him. തന്റെ ആരാധകരൊക്കെയും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Some of them were fans of his song and of the person. അവരൊക്കെയും ഈ പാട്ടുകള് they were fans of his song and of the person Joel Hemphill. അവരെ ഈ പാട്ട് എഴുതിയ ജോയലിന്റെയും തന്റെ പാട്ടുകളുടെയും ഒരേ സമയം രണ്ടിന്റെയും ആരാധകരായിരുന്നു. But many a times we don't get the theology and the suffering and the pain and the passion of the singer or the preacher in our lives. പലപ്പോഴും പാട്ട് എഴുതിയ വ്യക്തിയുടേതായ ആ തിയോളജിയും തൻ്റെ തീഷ്ണതയും താൻ എഴുതിയതായ അനുഭവങ്ങളുടെ ആഴവും പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല. The songs are being sung, the messages are being preached not to impress people, not to say that the preacher is good or the singer is good. പാട്ട് പാടുന്നതും പാട്ട് എഴുതുന്നതും പ്രസംഗങ്ങൾ നടത്തുന്നതും ഒന്നും ആളുകളെ ഇംപ്രസ് ചെയ്യുവാനല്ല. പാട്ടുകാരൻ മനോഹരമായി പാട്ട് എഴുതുന്നവനാണ്, പ്രസംഗകൻ ഏറ്റവും കഴിവുള്ളവനാണെന്ന് പറയുവാനല്ല. It's my personal view. This is a message that has to be communicated to a respective crowd that God intends through an individual. ഒരു വ്യക്തിയിലൂടെ ഒരു വലിയ ജനക്കൂട്ടത്തോട് ദൈവത്തിന് പറയുവാനുള്ളതായ ഒരു സന്ദേശം അറിയിക്കുവാനായി ദൈവം അതിനെ ഒരു മാധ്യമമായി ഉപയോഗിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. I like the second stanza of the song. ഈ പാട്ടിന്റെ രണ്ടാമത്തെ സ്റ്റാൻസ എനിക്ക് വളരെ സന്തോഷകരമാണ്. There really ought to be a sign upon my heart. എൻ്റെ ഹൃദയത്തിന്റെ മേളിൽ തീർച്ചയായും ഒരു അടയാളം ഇപ്രകാരം ഉണ്ടാകും. Don't judge him at there's an unfinished part in this body. അവനെ നിങ്ങൾ ഇപ്പോൾ വിധിക്കരുത്, കാരണം അവന്റെ ജീവിതത്തിൽ പൂർത്തിയാകാനുള്ളതായ ഒരു ഭാഗം ഇനിയുമുണ്ട്. If you are asking this question, how long, Lord, this is going to continue in my life? നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം ഇനി എത്ര നാൾ കൂടി ഞാൻ അനുഭവിക്കണം ഇത് പൂർത്തീകരിക്കുവാൻ? What more should I be going through, experiencing in my life, the pain and the suffering that I am yet to be facing? എൻ്റെ ജീവിതത്തിൽ വേദനയും കഷ്ടതയും ഉള്ളതായ അനുഭവത്തിൽ കൂടി ഞാൻ എത്ര നാൾ കൂടി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവത്തിൽ കൂടി ഞാൻ എത്ര നാൾ കൂടി പോകണം? Don't judge yourself. There is still an unfinished part in you and me. നിങ്ങൾ സ്വയം വിധിക്കുവാനായിട്ട് ഒരിക്കലും ഇടയാകരുത്, കാരണം എന്നിലും നിങ്ങളിലും പൂർത്തീകരിക്കുവാനായി ഒരു ഭാഗം ഇനിയുമുണ്ട്. And the third and the fourth line goes, but I will be better just according to his plan, fashioned by the master's loving hands. എൻ്റെ യജമാനന്റെ സ്നേഹമുള്ള കരങ്ങളാൽ എന്നെ നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പ്ലാനിനനുസരിച്ച് പോകുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ടുള്ളത്. Want to remind somebody who is going through tough times in their life. ജീവിതത്തിൽ കഠിനമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ചിലരോടെങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ. Where God's unfinished part is seen by the invisible eyes of the Lord. പൂർത്തീകരിക്കുവാനുള്ളതായ നിന്റെ ജീവിതത്തിലെ ഭാഗങ്ങൾ ദൈവത്തിന്റെ അദൃശ്യമായ കണ്ണുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. You are being fashioned by the master potter to be the vessel that he wants you to be. ഏറ്റവും മഹത്വമേറിയ കുശവനായ നമ്മുടെ യജമാനന്റെ കരങ്ങളിൽ നിന്റെ ജീവിതത്തെ അവൻ ഇപ്പോഴും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Can you look at him and you say, Lord, how loving and patient you must be that you are still working on me? അവന്റെ മുഖത്തേക്ക് നോക്കി പറയുവാനായിട്ട് നമുക്ക് കഴിയുമോ, ദൈവമേ, നീ എത്രയും സ്നേഹവും കരുണയുള്ളവനാണ്, കാരണം നീ എൻ്റെ ജീവിതത്തെ ഇന്നും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. At one time or other we all have gone through this crummy situation in our lives. ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ജീവിതത്തിൽ കഠിനമായ വിഷമമേറിയ സാഹചര്യങ്ങളിൽ കൂടി നാം ഒക്കെയും കടന്നുപോയവരാണ്. It could be the death of a loved one's
that we lost in our life. നമ്മുടെ ജീവിതത്തിൽ നാം സ്നേഹിച്ച ചിലരുടെ വിയോഗമായിരിക്കാം അത്. Probably a chronic disease that you are going through. അല്ലെങ്കിൽ നീ കടന്നു പോകുന്നതായ മാരകമായ ഒരു രോഗമായിരിക്കാം. Could be a bad day in your life. അതല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു ജീവിതമായിരിക്കും. Could be a series of wrong decisions that you made in your life. അല്ലെങ്കിൽ നീ ചെയ്യുവാനിടയായി തീർന്ന ഒരു പറ്റം തെറ്റായ തീരുമാനങ്ങളായിരിക്കാം. But as a believer, let me exhort you, you can be joyful in these situations. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് അത്തരം സാഹചര്യങ്ങളിലും ആനന്ദകരമായി ജീവിക്കുവാൻ കഴിയും. God can take our difficulties and trials and suffering and make it an occasion of joy in our lives. നമ്മുടെ ജീവിതത്തിലെ കഠിന സാഹചര്യങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദൈവത്തിന് ഏറ്റെടുത്തിട്ട് അതിനെ ആനന്ദകരമായ അനുഭവമാക്കി മാറ്റുവാൻ തനിക്ക് കഴിയും. I remember once speaking to a person who was going through a tough time in his life. ജീവിതത്തിൽ പ്രയാസമേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയോട് ഒരിക്കൽ സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു. I looked into his eyes and said, God can bring out good out of the worst in your life. ഞാൻ തന്നെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, ഏറ്റവും മോശമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നന്മ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. Keeping his mouth zipped, he looked into my eyes for a minute, and then he told me back, brother, you don't know, you cannot understand what I'm going through. Get yourself into my shoes, and then you will be able to say this. താൻ അല്പനേരം നിശബ്ദമായി ഇരുന്ന ശേഷം എൻ്റെ കണ്ണിലേക്ക് നോക്കി ഇങ്ങനോട് പറഞ്ഞു, സഹോദര, നിനക്കറിഞ്ഞുകൂടാ ഞാൻ എപ്രകാരമുള്ള ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നീ എൻ്റെ ചെരുപ്പുകൾക്കുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് നീ നടന്നു നോക്കിയിട്ട് നീ അപ്പോൾ നിനക്ക് പറയുവാൻ കഴിയുമോ? It is tough to face by ourselves some of these tough situations. ചില സാഹചര്യങ്ങൾ നമ്മെ സ്വയമായിട്ട് നമുക്കതിൽ കടന്നു പോകുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും പ്രയാസകരമായ സാഹചര്യം തന്നെയാണ്. But I will introduce to you a person from the scripture. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തട്ടെ. The scripture portion is from Philippians chapter 1. ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം. From 12 to 30 is the scripture passage. 12 മുതൽ 30 വരെയുള്ള ഭാഗമാണ് ഇന്നത്തെ വിഷയത്തിന് ഉപയോഗിക്കുന്നത്. I know when I have said the scripture portion, lot of messages have flashed your mind. ഞാൻ ഒരുപക്ഷെ ഈ വേദഭാഗം പറഞ്ഞപ്പോൾ അനവധി സന്ദേശങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ തിളങ്ങി വരുന്നുണ്ടായിരിക്കും. I know it's a very familiar passage for many of us. നമുക്ക് പലർക്കും ഏറ്റവും പരിചിതമായ ഒരു ഭാഗമാണെന്ന് എനിക്കറിയാം. But this is the passage that God has given me to speak to you, to remind you that we have to live with a different perspective in our life. ഈ നാളെ നമ്മളൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ ജീവിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ദൈവം ഈ ആഴ്ച എനിക്ക് നൽകി തന്നതായ സന്ദേശം ഇതാണ്. God wants to remind you that we have a different perspective, an eternal perspective. Based on that we got to be living here. ദൈവം നമ്മോട് പറയുന്നത് നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു നിത്യമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതിനോടനുബന്ധിച്ചാണ് നാം ജീവിക്കേണ്ടത്. When we set a target in our life that we got to achieve something, we align everything in our life, bring in some disciplines in our life, that which would facilitate for us to reach that destination. നമ്മുടെ ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരുവാനായി ചില കാര്യങ്ങള്, ചില ലക്ഷ്യങ്ങള്, ചില ഉദ്ദേശങ്ങള് നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റിവെക്കേണ്ടതുണ്ട്. And then only we can get to that destination. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. You know, as Paul was writing these words that are written in epistle to Philippians, ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലെ പൗലോസ് ഈ ലേഖനം ഈ ഭാഗം എഴുതുമ്പോൾ he is bound in chains. താനെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. And because he has been categorized as somebody who can run away from the jail, ഒരുപക്ഷെ കാരാഗ്രഹത്തിൽ നിന്ന് ഒളിച്ചോടി പോകുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന് തന്നെ എണ്ണപ്പെട്ടിരിക്കുന്നത് കൊണ്ട് he is put in a dungeon kind of a place. ഒരു കുഴി പോലെയുള്ളതായ ഒരു സ്ഥലത്താണ് തന്നെ ആക്കപ്പെട്ടിരിക്കുന്നത്. And he is constantly chained to one palace guard. ഒരു പടയാളിയോട് താൻ നിരന്തരമായി എപ്പോഴും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. This guard would keep on changing at certain hours of the day. ദിവസത്തിന്റെ ഓരോ സമയത്ത് ഈ പാലസ് ഗാർഡ് മാറിക്കൊണ്ടേയിരിക്കും. And this is so difficult. It's not a long chain. He is tied so tight that every movement of his has to be dictated by the guard who is accompanying him. ഈ ചങ്ങലയ്ക്ക് അധികം നീളമില്ല. അത് എപ്പോഴും ആ പടയാളി അനങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് താൻ എപ്പോഴെങ്കിലും ഒരല്പം ചലിക്കണമെങ്കിൽ അത് ആ പടയാളി
കൊലയാളിയുടെ ദൈവവായ്പ കൊണ്ട് മാത്രമേ കഴിയൂ. As he stays in the dungeon, he is exhorting that what I am going through is a divine plan of God. അങ്ങനെ ആ കാരാഗ്രഹത്തിന്റെ കുഴിയിൽ താൻ ആയിരിക്കുമ്പോൾ താൻ വിചാരിക്കുകയാണ്, താൻ പറയുകയാണ്, താൻ ആയിരിക്കുന്ന അവസ്ഥ ദൈവികമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. You know, I have heard of motivational messages saying perspective is everything in life. മോട്ടിവേഷണൽ ആയിട്ടുള്ള സന്ദേശങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ സാധാരണയായിട്ട് പറയുന്നതാണ് കാഴ്ചപ്പാടാണ് ജീവിതത്തിലെ സകലത്തിന്റെയും. The way we look at life determines are we in joy or in sorrow. നാം ജീവിതത്തെ എപ്രകാരം നോക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ദുഃഖിക്കുന്നുവോ സന്തോഷിക്കുന്നുവോ എന്ന് തീരുമാനിക്കുന്നത്. I read an article on November 26, 1966. 1966 നവംബർ 26 എഴുതപ്പെട്ടതായ ഒരു ലേഖനം ഇങ്ങനെ വായിപ്പാനിടയായി. There was this two football teams who were going to have a match. രണ്ട് ഫുട്ബോൾ ടീം അവർക്ക് ഒരു പന്തയത്തിലേക്ക് ഒരു മാച്ചിലേക്ക് കടന്നു പോവുകയാണ്. It was USC versus Notre Dame. അത് USC നോട്ടർഡാമും യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ളതായ പന്തയം കളിയായിരുന്നു. And USC is a team which has always won. USCയുടെ ടീമാണ് എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. But that day it was a terrible defeat for USC team. എന്നാൽ ആ ദിവസം USC നേരിട്ടത് വളരെ മോശകരമായ ഒരു പരാജയമായിരുന്നു. They were crushed by 51-0. 51-0 അങ്ങനെയുള്ളതായ ഒരു സ്കോറിലാണ് അവർ പരാജയപ്പെട്ടത്. And they were shattered. Never faced a defeat like this. ഒരിക്കലും അപ്രകാരം ഒരു പരാജയം നേരിട്ടിട്ടില്ലാത്തതുകൊണ്ട് അവർ ആകെ തകർന്നുപോയി. They had a coach by name John Mackay. ജോൺ മക്കേ എന്ന് പറയുന്നതായ ഒരു കോച്ച് അവർക്കുണ്ടായിരുന്നു. You know, this team came back to the locker room. ഈ ടീം ലോക്കർ റൂമിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ And John Mackay looks at a group which is badly beaten, humiliated and depressed set of football players. ഇവിടെ ഇതാ വളരെയധികം പരാജയപ്പെട്ട് തകർന്ന് വിഷാദത്തിന് അടിപ്പെട്ടിരിക്കുന്നതായ ഒരു ടീമിനെയാണ് ജോൺ മക്കേ കാണുന്നത്. John Mackay got onto a bench and addressed his teammates. ആ ടീംമേറ്റ്സിനെ അവരെ അഭിസംബോധന ചെയ്യുവാനായിട്ട് ജോൺ മക്കേ ഒരു ബെഞ്ചിൽ കയറി നിന്നു. He looked at them and he said this. He made this statement. അവരെ നോക്കി താൻ ഇപ്രകാരം പറഞ്ഞു, Men, let's keep this in perspective. നിങ്ങൾ ഇതിന്റെ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടിൽ ഇത് കാണുക. There are 800 million Chinese who do not even know what the game is. 80 കോടി ചൈനക്കാർക്ക് കളി എന്തെന്ന് പോലും അറിയാത്തവരുണ്ട്. Probably you would say that's a good perspective. ഒരുപക്ഷെ നിങ്ങൾ പറയും അതൊരു നല്ല കാഴ്ചപ്പാടാണ്. But that is not what would keep you going in your life. എന്നാൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മെ നയിക്കുന്നത് അപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാടല്ല. You know, Paul looked at situations in a very different way. I would say he went a step further. പൗലോസ് തന്റെ ജീവിതത്തെ നോക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഞാൻ പറയുന്നത് ഒരു പടിയുടെ മുന്നോട്ട് കടന്നിട്ടാണ്. It was not that he wanted to see good in the situation that he is. താൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നന്മ വരണമെന്ന് തനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. Paul is very sure he will not come out. He will never be released from the jail. ആ കാരാഗ്രഹത്തിൽ നിന്ന് താൻ ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് പൗലോസിന് നല്ല ഉറപ്പുണ്ട്. And Paul knew the rest of his life he has to live in this dungeon. തന്റെ ജീവിതത്തിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ ഈ കാരാഗ്രഹ കുഴിയിൽ താനായിരിക്കും. Cannot meet any normal citizen of the Roman world. റോമ സാമ്രാജ്യത്തിലുള്ള മറ്റ് യാതൊരു സാധാരണ പൗരനെ പോലെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. This is very depressing for a man. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷാദകരമായ ഒരു അനുഭവമാണത്. But then he started looking that this imprisonment God can use for his benefit and for kingdom's benefit. എന്നാൽ താൻ അവിടെ നോക്കുമ്പോൾ താൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, തന്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്നതായി ചങ്ങല ധരിച്ചിരിക്കുന്ന അനുഭവം ദൈവത്തിനും ദൈവത്തിന്റെ രാജ്യത്തിനും ഉപയോഗമാക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. Let us look at what our life is going through and how really we got to see the entire life. നമ്മുടെ ജീവിതം എപ്രകാരം മുന്നോട്ട് പോകുന്നു എന്ന് നാം നോക്കുക. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവനായ കാഴ്ചപ്പാടിൽ നാം അതിനെ കാണേണ്ടതുണ്ട്. And truly sing as Joel Hemphill sung, He is still working on me. ജോയൽ ഹെംഫൽ എഴുതിയതായ ആ പാട്ടിൽ പറയുന്നത് പോലെ നമുക്ക് യഥാർത്ഥത്തിൽ പാടുവാൻ കഴിയണം,
അവൻ ഇപ്പോഴും എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. When I have a job, he is working on me. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നപ്പോൾ അവൻ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ട്, When I lost my job, he is still working on me. ഞാൻ എന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോഴും അവൻ അപ്പോഴും എന്നിൽ പ്രവർത്തിക്കുകയാണ്. When I have my college admission in place, he is working in me. എന്റെ കോളേജ് അഡ്മിഷൻ അതിന്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നപ്പോൾ അവൻ എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. When there is uncertainty about my college admission, he is still working on me. എന്നാൽ എന്റെ കോളേജ് അഡ്മിഷനെ പറ്റി ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിൽ ഞാൻ ആയപ്പോഴും എന്റെ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. When financially everything is going well, he is working on me. എനിക്ക് സാമ്പത്തികമായി എല്ലാം നന്മയായി പോയപ്പോഴും എന്റെ ദൈവം പ്രവർത്തിക്കുന്നു. Like Job, when everything is lost in life, he is still working on me. യോബ് പറയുന്നത് പോലെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അവൻ അപ്പോഴും എന്നിൽ പ്രവർത്തിക്കുന്നു. To make me what I need to be. ഞാൻ എന്തായി തീരണമോ ആ അവസ്ഥയിൽ ഞാൻ ആയി തീരേണ്ടതിനാണ്. He is preparing me for an ultimate destination. ഒരു ആത്യന്തികമായ ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരുവാനാണ് അവൻ എന്നെ തയ്യാറാക്കുന്നത്. God's blessing is not for having all food and accommodation and car and everything in this life. ഈ ജീവിതത്തിൽ ഭക്ഷണവും വീടും കാറും നേടുവാൻ വേണ്ടി അല്ല ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്. We know and God knows that we need some of these basic necessities in life. ദൈവത്തിനും നമുക്കും അറിയാം നമുക്ക് ഈ ജീവിതത്തിലെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആവശ്യമാണ്. But these should not become the priorities of our lives. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ മുൻഗണനകൾ അതായി തീരുവാനിടയാകരുത്. And thereby let me bring you back to the scripture portion. അങ്ങനെ ഞാൻ നിങ്ങളെ ഈ വേദഭാഗത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരട്ടെ. I would just read some of the relevant passages that I have to bring before you. ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചില ഭാഗങ്ങൾ എനിക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയും. What does it mean to live in an eternal perspective? ഒരു നിത്യമായ കാഴ്ചപ്പാടിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? I'm not calling you for an ascetic life. ഒരു സന്യാസ ജീവിതം ചെയ്യണമെന്നല്ല ഞാൻ നിങ്ങളോട് We പറയുന്നത്. live with our job and without our jobs. നാം ജോലിയോടുകൂടെയും ജോലി ഇല്ലാതെയും ജീവിച്ചാൽ മതി. We live with going to our schools and we live even if we cannot be going to school for some more days. നമുക്ക് സ്കൂളിൽ പോകുമ്പോഴും ജീവിക്കണം, സ്കൂളിൽ പോകാൻ കഴിയാതെ അവസ്ഥയിൽ വന്നാലും നാം ജീവിച്ചാൽ മതിയാകും. Look at what he says in verse 12. 12ാം വാക്യത്തിൽ താൻ പറയുന്നത് എന്തെന്ന് നോക്കുക. But I want you to know, brethren, that the things which happened to me actually turned out for the furtherance of gospel. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. You know, we got to have an attitude of allowing God to use our tough circumstances. നമ്മുടെ കഠിനമായ സാഹചര്യങ്ങളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായി ദൈവത്തെ അനുവദിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. You know, Paul is talking of a bleak circumstances. വളരെ വിഷാദകരമായി വെളിച്ചമില്ലാത്ത മങ്ങിയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. Today jails are much comfortable place than in the earlier days. പഴയ കാലഘട്ടങ്ങളിലേക്കാളൊക്കെ വളരെ മെച്ചമുള്ളതാണ് ഇന്നത്തെ കാലത്തെ ജയിൽ എന്ന് പറയുന്നത്. He is imprisoned and is waiting, doesn't know if he will ever be released. താനിവിടെ തടവിലായിരിക്കുകയാണ്, അവിടെ നിന്നെങ്കിലും പുറത്തു വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. He is unjustly accused as he is in the dungeon. അന്യായമായിട്ട് കുറ്റം വിധിക്കപ്പെട്ടവനായിട്ടാണ് താൻ ഈ കാരാഗൃഹ കുഴിയിൽ കിടക്കുന്നത്. He is unjustly beaten up and he is put in the dungeon. താൻ അന്യായമായി ഭേദ്യമേറ്റാണ് താൻ ഈ കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടത്. Are you listening to me because you had to go through certain injustice in your life? എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില അനീതിയുടെ പാത്രമായി മുന്നോട്ട് കടന്നു പോകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. Your brother, your sister mistreated you. ഒരുപക്ഷെ നിന്റെ സഹോദരനോ സഹോദരിയോ നിന്നെ ഉപദ്രവിച്ചിരുന്നിരിക്കാം. You had to incur severe losses in your life because of somebody other than you. നിന്റെ ജീവിതത്തിൽ മറ്റാരുടെയോ കുറ്റം കൊണ്ട് നിന്റെ ജീവിതത്തിൽ വലിയ നഷ്ടം നിനക്ക് സംഭവിച്ചിരിക്കാം. You know, let me exhort you using Paul's example, allow God to use your circumstances. പൗലോസിന്റെ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കുവാനായി നിങ്ങൾ അനുവദിക്കുക. First, everyone knows that he is in chain for the Christ. ഒന്നാമത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം പൗലോസ് ചങ്ങല ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. You know, when we go through tough situations in our life, നാം ജീവിതത്തിൽ കഠിനമേറിയ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകും, and when we cling on to God even in those situations, അത്തരം സാഹചര്യങ്ങളിൽ നാം ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അപ്പോഴും ആയിരിക്കുമ്പോൾ, when we continue to hold on only on the Lord,
ദൈവത്തിൽ മാത്രം നാം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുമ്പോൾ you should know that there are eyes looking at each action and each word of yours. നിന്റെ ഓരോ പ്രവൃത്തികളിലും നിന്റെ ഓരോ വാക്കുകളെയും സൂക്ഷിച്ചു നോക്കുന്ന കണ്ണുകളുണ്ട് എന്നുള്ളത് നീ അറിഞ്ഞിരിക്കണം. You may be writhing in pain or you may be caught up in the painful situation. ഒരുപക്ഷെ നീ വേദനയിൽ വലയുകയായിരിക്കാം, അല്ലെങ്കിൽ വേദനാജനകമായ സാഹചര്യങ്ങളിലായിരിക്കാം. I know of a non-Christian person telling me about his Christian neighbor. ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരു വ്യക്തി തന്റെ ക്രിസ്ത്യാനിയായ സഹോദരനെ പറ്റി ഒരിക്കലും എന്നോട് സംസാരിക്കാൻ He told me he went through very bad times in his life. തന്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമമേറിയ സാഹചര്യങ്ങളിലൂടെ താൻ കടന്നുപോയി. He described all that he went through in detail. താൻ കടന്നുപോയതായ സാഹചര്യങ്ങളെ ഈ മനുഷ്യൻ വളരെ വ്യക്തമായി വിശദീകരിച്ചു. And you know what this non-Christian is telling me? ഈ ക്രിസ്ത്യാനി അല്ലാത്ത അക്രൈസ്തവനായ വ്യക്തി എന്താണ് പറഞ്ഞതെന്ന് I അറിയാമോ? know one person who is going to heaven. സ്വർഗത്തിൽ കടന്നു പോകുമെന്ന് എനിക്ക് ഉറപ്പുള്ളതായ ഒരു വ്യക്തിയുണ്ട്. This person has no perspective of heaven. സ്വർഗത്തെ പറ്റി യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്ത വ്യക്തിയാണ് This പറയുന്നത്. person has no perspective of eternity whatsoever. നിത്യതയെ പറ്റി യാതൊരു അറിവുമില്ലാത്ത ഒരു വ്യക്തിയാണ് പറയുന്നത്. But looking at this person's faith in a living, invisible God, this person says, I know there is one person who will go to heaven. ജീവനുള്ള അദൃശ്യനായ ഒരു ദൈവത്തിൽ ഈ വ്യക്തിക്കുള്ളതായ വിശ്വാസം കണ്ടിട്ട് ഈ അക്രൈസ്തവനായ വ്യക്തി പറയുകയാണ്, സ്വർഗത്തിൽ കടന്നു പോകുമെന്ന് എനിക്ക് ഉറപ്പുള്ളതായ ഒരു വ്യക്തിയുണ്ട്. I remember one day I was traveling with a circle inspector of a police station. ഒരിക്കലെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒത്ത് ഞാൻ യാത്ര ചെയ്ത ഒരു അനുഭവം ഞാൻ ഓർക്കുന്നു. And this is the testimony that this non-Christian police officer is sharing with me. ഈ അക്രൈസ്തവനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞതായ സാക്ഷ്യം ഇതായിരുന്നു. You know, a set of believers were beaten black and blue in a remote village. വളരെ കുഗ്രാമത്തിലെ ഒരു കൂട്ടം വിശ്വാസികളെ അവരെ വളരെ കഠിനമായി ഭേദ്യമേറ്റതായ അനുഭവം. They were bleeding, men, women and children were bleeding from all parts of their body, a bunch of believers. ഒരു കൂട്ടം വിശ്വാസികൾ പുരുഷന്മാരും സ്ത്രീകളും അടിയേറ്റ് രക്തമൊലിക്കുന്നതായ അനുഭവം. And this non-Christian police officer, when he was posted in the village, he rushed there almost 13 kilometers and rescued this set of believers. ഈ അക്രൈസ്തവനായ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ആ ഗ്രാമത്തിന്റെ ചുമതലയിലാണ് ഇതറിഞ്ഞതാന് 30 കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് അവരെ രക്ഷിച്ചു. In fact, at that point of time, he was very anti-Christian. ആ സമയത്ത് താൻ ക്രിസ്ത്യാനികൾക്ക് വളരെ എതിരായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. He just didn't want any major incident in his area, so he rescued them and brought them to the police station. തന്റെ അധികാര പരിധിക്കുള്ളിൽ വലിയ കുറ്റങ്ങളൊന്നും ഉണ്ടാകരുതെന്നുള്ള ഉറപ്പ് ചിന്തയിലാണ് ഈ മനുഷ്യൻ അവരെ രക്ഷിക്കുവാനായി കടന്നുപോയത്. And when he had brought them there, താൻ അവിടെ ചെന്ന് അവരെ വിടുവിച്ചുകൊണ്ട് വന്നപ്പോൾ, you know, the women were put in their chamber and the men in their own chamber. പുരുഷന്മാരെ അവരുടേതായ മുറിയിലും സ്ത്രീകളെ അവരുടേതായ മുറിയിലും ഇവൻ സ്റ്റേഷനിലാക്കി. At night time, both of them started singing songs. രാത്രിയായപ്പോൾ രണ്ടു കൂട്ടരും പാടുവാൻ തുടങ്ങി. And they went on singing, and both of them were singing the same songs. രണ്ടു കൂട്ടരും ദീർഘസമയം ഒരേ പാട്ടുകളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. And at one point, this poor bleeding believer said, അങ്ങനെ ഒരു സമയമായപ്പോൾ രക്തം ഒലിച്ചു കിടക്കുന്നതായ ഒരു വിശ്വാസി ഇങ്ങനെ പറയുകയാണ്. he pointed at the police officer and he asked him, താൻ ആ പോലീസുകാരന്റെ അടുത്തേക്ക് കൈ ചൂണ്ടി തന്നെ വിളിച്ചു. and he asked him, I understand you are very disturbed. നീ വളരെ വ്യാകുലനാണെന്നുള്ള കാര്യം എനിക്കറിയാം, എനിക്ക് മനസ്സിലാകുന്നു. If you allow, we will pray for you. നീ അനുവദിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. And they all held their hands, their bruised hands together, and he prayed for them. അവരെല്ലാവരുടെ മുറിവേറ്റ കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് ആ പോലീസുകാരന് വേണ്ടി പ്രാർത്ഥിച്ചു. You know, policeman was going through another crisis in his life. ആ പോലീസുകാരൻ ആ സമയത്ത് തന്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. He had arrested somebody for a robbery from the village. ആ ഗ്രാമത്തിൽ നിന്ന് മോഷണത്തിന്റെ പേരിലെ ഒരു വ്യക്തിയെ താൻ അറസ്റ്റ് ചെയ്തു. And he was brought to the police station. തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. He finished his duty and he went home. തന്റെ ജോലി തീർത്തതിന് ശേഷം തന്റെ വീട്ടിലേക്ക് പോയി. He was to investigate the case the next day morning. അടുത്ത ദിവസം ഈ കുറ്റം അന്വേഷിക്കുവാനാണ് താൻ കടന്നുപോയത്. But the opposition gang in the village, they bribed the police officer who came after him in the duty. എന്നാൽ ആ വില്ലേജിൽ ഉണ്ടായിരുന്ന ഈ വ്യക്തിക്ക്, ഈ മോഷ്ടാവിനെതിരായിട്ടുണ്ടായിരുന്ന ഗാങ് രാത്രികാലം ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാരന് കൈക്കൂലി കൊടുത്തു. And they bet this man black and blue, and by morning he had died.
രാത്രികാലം അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിലിട്ട് ആ മനുഷ്യനെ അടിച്ച് രാവിലെ ആയപ്പോഴേക്കും അവൻ മരിച്ചുപോയി. But the accusation was on this police officer because he had arrested him. എന്നാൽ അതിന്റെ കുറ്റം വന്നത് അറസ്റ്റ് ചെയ്തതായ മറ്റേ പോലീസുകാരന്റെ മുകളിലായിരുന്നു. He was at the verge of losing his job. തന്റെ ജോലി നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിൽ താനായിരിക്കുക. And this gang of believers, they pointed at him and prayed very fervently. ഈ ഒരു കൂട്ടം വിശ്വാസികൾ ആ പോലീസുകാരനെ നോക്കി ആ സമയത്താണ് അവന് വേണ്ടി പ്രാർത്ഥിച്ചത്. They were section 107 was put on them. After about 6 days they were released from the police station. ഏതാണ്ട് 6 ദിവസത്തിന് ശേഷം അവരുടെ കുറ്റം വളരെ ചെറിയ കുറ്റമായിരുന്നതുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ വിട്ടു. But in 10 days time his superintendent of police called him and he said, we understand you are wrongly accused and you are relieved of all the accusation on you. എന്നാൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പോലീസ് സൂപ്രണ്ട് വിളിച്ച ഈ പോലീസുകാരനോട് പറഞ്ഞു, നിന്നെ അന്യായമായിട്ട് കുറ്റമില്ലാതെയാണ് അവർ കുറ്റം പറഞ്ഞത്, അതുകൊണ്ട് നിന്റെ മേലുള്ള എല്ലാ കുറ്റങ്ങളും ഞങ്ങൾ മാറ്റി. You know, you should see a set of believers, illiterate believers, holding hands and praying for an unbelieving policeman, and that policeman's heart was changed. ഇവിടെ ഇതാ നിരക്ഷരരായ ഒരു കൂട്ടം വിശ്വാസികളെ മുറിവേറ്റ കരങ്ങൾ പിടിച്ച് അവിശ്വാസിയായ ഈ പോലീസുകാരന് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ആ പോലീസുകാരന്റെ ഹൃദയം മാറുവാനിടയായി. A God who hears our prayers answered their prayers. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനായ ഒരു ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ്. Every tough situation is a tremendous opportunity to demonstrate our faith in our God. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഏത് കഠിനമായ സാഹചര്യങ്ങളും നമ്മുടെ ദൈവത്തിലുള്ളതായ വിശ്വാസം പ്രദർശിപ്പിക്കുവാൻ ദൈവം ഒരുക്കി തരുന്ന ഒരു അവസരമാണ്. The stronger the problem, the stronger your testimony would be. പ്രശ്നത്തിന്റെ കാഠിന്യം വർദ്ധിക്കും തോറും നിന്റെ സാക്ഷ്യത്തിന്റെയും വലിപ്പം വർദ്ധിക്കും. And that is what God is working in you. അതാണ് ദൈവം നിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി എന്ന് You പറയുന്നത്. will understand it only when you see the eternal perspective in your life. നിന്റെ ജീവിതത്തിലെ നിത്യമായ കാഴ്ചപ്പാട് നിനക്കുണ്ടാകുമ്പോൾ മാത്രമാണ് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. Probably till your death you will have to carry a stigma in your life. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ മരണത്തോളം നീ ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു സ്റ്റിഗ്മയായിട്ട് കടന്നു പോകുന്ന അനുഭവമാണ്. But then remember, something that matters more in our life is eternal life in our lives. എന്നാൽ നീ ഓർക്കുക, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നിനക്ക് ലഭിക്കുവാൻ പോകുന്നതായ നിത്യജീവനാണ്. And Paul says others have been encouraged to speak the word of God. അവിടെ പൗലോസ് പറയുകയാണ്, മറ്റുള്ളവർക്ക് ദൈവവചനം പറയുവാനായി ഇതുകൊണ്ട് ധൈര്യം ലഭിച്ചു. Look at verse 14. 14ാമത്തെ വാക്യം നോക്കുക. Most of the brethren in the Lord, having become confident by my chains, are much more bold to speak the word without fear. 1:14 വാക്യം, സഹോദരന്മാർ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനികയും ചെയ്തിരിക്കുന്നു. You know, when we go through tough situations, നാം കഠിന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ most of the time it is not just mental pressure that we go through. നാം കടന്നു പോകുന്ന സമയങ്ങൾ കൂടുതൽ ഒരുപക്ഷെ മാനസികമായ സമ്മർദ്ദം മാത്രമായിരിക്കില്ല. We lose money, we lose resources in our life. നമ്മുടെ ജീവിതത്തിൽ ധനവും മറ്റ് വിഭവസമ്പത്തുകളും നഷ്ടപ്പെട്ടേക്കാം. It leaves a permanent scar and wound and hurt in our life. നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ട് എന്നേക്കുമുള്ളതായ ചില മുറിവുകൾ, ചില പാടുകൾ അത് അവശേഷിപ്പിച്ചേക്കാം. But then it speaks of our faith and joy in the Lord. എന്നാൽ നമ്മുടെ വിശ്വാസവും ദൈവത്തിലുള്ള ആനന്ദത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. You know, sometimes we think that somebody speaks something to us and we should give him pat the reply. നാം പലപ്പോഴും ചിന്തിക്കുന്നത്, ഒരാൾ എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഉടനടി തന്നെ ഞാൻ അതിന് തക്ക മറുപടി കൊടുത്തിരിക്കണം. Allow it to settle down for some time. കുറച്ചു നേരത്തേക്ക് അത് അടങ്ങിയിരിക്കാനായി അനുവദിക്കും. Probably that person thinks that you are not as smart as him. ഒരുപക്ഷെ ആ വ്യക്തി വിചാരിക്കുന്നുണ്ടാകും അവനെ പോലെ ധൈര്യവും കഴിവുള്ളവനല്ല നീ എന്ന്. But go back into your closet and start praying for that person. എന്നാൽ നിന്റെ മുറിയിലേക്ക് മടങ്ങിപ്പോയി ആ വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. Don't speak to anybody about it. മറ്റാരോടും അതേപ്പറ്റി സംസാരിക്കാൻ It could be your boss who has mistreated you. ഒരുപക്ഷെ നിന്റെ ജോലിയിലെ ബോസ് ആയിരിക്കാം നിന്നെ അപമാനിച്ചത്. It could be that you were deprived of your rightful things in your life. നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ നിനക്ക് ലഭിക്കാതിരിക്കുവാനുള്ള വഴിയായിരിക്കാം ഒരുക്കിയത്. But then if you go and pray to the Lord, എന്നാൽ നീ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, think of one day when our heavenly God, who is the captain of the host, and he comes down and he deals the situation. എന്നാൽ ഓർക്കുക, സൈന്യങ്ങളുടെ ദൈവമായ നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം ഇറങ്ങി വന്ന് നമ്മുടെ സാഹചര്യങ്ങളെ നേരെയാക്കുവാൻ അവന് കഴിയും.
And when he changes and that person comes to you saying that, I know you are a man of different spirit. അവൻ അപ്രകാരം ദൈവം അപ്രകാരം ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തി കടന്നു വന്ന് നിന്നോട് പറയുവാനിടയായിത്തീരും, നീ വ്യത്യസ്തമായ ഒരു ആത്മാവുള്ള ഒരുവനാണെന്ന് ഞാൻ അറിയുന്നു. I mean, look at Paul. പൗലോസിനെ നോക്കുക. He was chained with somebody else. പൗലോസ് ഇവിടെ ഇതാ മറ്റൊരുവനോട് ചേർത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. I mean, almost in a day he is seeing 3-4 persons changing the chains attached to him. ഓരോ ദിവസവും 3-4 പേര് മാറി മാറി തന്റെ കരങ്ങളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലയുടെ മറ്റേ അറ്റത്ത് ബന്ധിക്കപ്പെടും. Each of them would be abusing him. ഓരോരുത്തരും അവനെ ഒരുപക്ഷെ അപമാനിക്കുന്നുണ്ടാകും. They would be saying unparliamentary words on him. അവന്റെ മേലെ നല്ലതല്ലാത്ത വാക്കുകളൊക്കെ ഒരുപക്ഷെ അവർ ഉച്ചരിക്കുന്നുണ്ടാകും. But then this Paul is seeing that as an opportunity to be gentle and share what the Lord has laid in his heart. എന്നാൽ പൗലോസ് സൗമ്യതയുടേതായ ഒരു സാഹചര്യമായി അതിനെ കണ്ട് അവരോട് ദൈവത്തിന്റെ വചനങ്ങളെ സംസാരിപ്പാനായിട്ട് അവൻ ഉപയോഗിക്കുന്നു. Look at verse 13. 13-ാം വാക്യം നോക്കുക. So that it has become evident to the whole palace guard and to all the rest that my chains are in Christ. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നതെന്ന് പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരുകയും. You know, people start realizing this man is not what we see from outside. അവിടെ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലായി, ഈ വ്യക്തിയെ പുറമേ കാണുന്ന ഒരു വ്യക്തി, ഞങ്ങൾ കാണുന്ന ഒരു വ്യക്തി പോലെയുള്ള. Church history has several outstanding people whom people feared because they were men of prayer. പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നത് കൊണ്ട് ജനങ്ങൾ മറ്റുള്ളവർ ഭയപ്പെട്ട നിരവധി ആളുകളെ ബൈബിൾ ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Let me bring one person into your attention. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവരട്ടെ. Church history records of a first martyr. There were many martyrs, but the first martyr recorded in church history. സഭാ ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ രക്തസാക്ഷിയെ പറ്റി ഇങ്ങനെയാണ്. It's a bishop Polycarp. പോളികാർപ്പ് എന്ന് പറയുന്നതായ ഒരു ബിഷപ്പായിരുന്നു അത്. You know, Caesar was to be considered as the king and the monarch of the kingdom. ആ രാജ്യത്തിലെ രാജാവും ചക്രവർത്തിയും ഏകാധിപതിയും ഒക്കെ കൈസറാണ്. And he was brought before him with an accusation that he is not accepting the sovereignty of the Caesar. ഇങ്ങനെ ഈ പോളികാർപ്പിനെ കൈസറിന് മുമ്പാകെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കൈസറിന്റെ പരമാധികാരം അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്ന്. And when he was being counseled that you are 86-year-old, you should mellow down, you can just say that Caesar is the king and you would be released. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് കൗൺസിൽ ഇങ്ങനെ പറഞ്ഞു, നീ 86 വയസ്സുള്ളതായ ഒരു വ്യക്തിയാണ്, നീ കൈസറിനെ നിന്റെ അധികാരിയായി അംഗീകരിക്കുന്നുവെങ്കിൽ നിന്നെ വെറുതെ വിട്ടേക്കാം. I was reading the conversation between the council and Polycarp. അവിടുത്തെ ആ വക്കീലും പോലീസും പോളികാർപ്പും തമ്മിലുണ്ടായിരുന്നതായ സംഭാഷണം എനിക്ക് ഇങ്ങനെ വായിപ്പാൻ. You know, this pro-council says, don't you know I have wild beasts waiting, I will throw you to them unless you repent. പ്രോ കൗൺസിൽ ഇങ്ങനെ തന്നോട് പറഞ്ഞു, വിശപ്പുള്ളതായ വന്യമൃഗങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട്, ഏത് നിമിഷവും എനിക്ക് നിന്നെ അതിന്റെ മുമ്പിൽ എറിഞ്ഞു കളയുവാനായിട്ട് കഴിയും. And this is the response of 86-year-old Polycarp. 86 വയസ്സുണ്ടായിരുന്ന പോളികാർപ്പിന്റെ മറുപടി ഇതായിരുന്നു. He tells them, bring them on, then for we are not accustomed to repent for what is good in order to adopt to that which is evil. ദുഷ്ടതയ്ക്ക് വേണ്ടി നല്ലതിനെ തള്ളിക്കളയുന്നതിൻ്റെതായ സ്വഭാവം ഞങ്ങൾക്കില്ല, അതുകൊണ്ട് നീ അതിനെ എന്നിലേക്ക് കൊണ്ടുവരിക. And then he says, I will throw you into fire. അപ്പോൾ ഈ പ്രോ കൗൺസിൽ പറഞ്ഞു, ഞാൻ നിന്നെ അഗ്നിയിലേക്ക് ഇടും. And this is the response of an 86-year-old man. 86 വയസ്സുണ്ടായിരുന്ന ഈ വ്യക്തിയുടെ മറുപടി ഇതായി. You threaten me with fire which burns for a little while and is soon extinguished. വളരെ ചുരുങ്ങിയ സമയത്തേക്ക് കത്തി വളരെ വേഗം ഇല്ലാതെയായി പോകുന്ന തീ വെച്ചാണോ നീ എന്നെ പേടിപ്പിക്കുന്നത്? Proconsul of Caesar, you do not know the fire, the coming fire of judgment and eternal punishment reserved for all the ungodly. ദൈവമില്ലാത്തവർക്ക് വേണ്ടി വരുവാൻ പോകുന്നതുമായ നിത്യമായ അഗ്നിയും നിത്യമായ വിധിയെ പറ്റിയും ന്യായവിധിയെ പറ്റിയും പ്രോ കൗൺസിലെ നിനക്ക് അറിഞ്ഞുകൂടാ. There were people who told him, be mellow down, just keep silent. നീ ഒരു അല്പസമയത്തേക്ക് നിശബ്ദതയായിരിക്കുക എന്ന് അവനോട് പറയുന്നതായ വ്യക്തികൾ അവിടെ ഉണ്ടായി. And people were negotiating to release him from the Caesar. കൈസറിന്റെ അടുക്കൽ നിന്ന് എനിക്ക് മോചനം നേടുവാനായിട്ട് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. Polycarp made a profound statement at that time. ആ സമയത്ത് പോളികാർപ്പ് പറഞ്ഞതായ ഒരു വളരെ വലിയതായ
ഒരു പ്രസ്താവനയുണ്ട്. 86 years I have been the servant of this king. ഈ രാജാവിന്റെ സേവകനായി 86 വർഷം ഞാൻ സേവിച്ചു. He has done me no wrong. ഒരിക്കലും അവൻ എനിക്ക് ദോഷമായി ഒന്നും ചെയ്തിട്ടില്ല. How can I blaspheme the one who saved me? എന്നെ രക്ഷിച്ച ഒരുവനോട് ഞാൻ എങ്ങനെ ദൈവദൂഷണം പറയുവാനായിട്ട് ഇടയായി? Because God had spoken to him in a dream that he will be burned to death. അവനോട് ദൈവം ഒരു സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അവനെ അഗ്നിയില് ദഹിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. Polycarp died on the pyre. അങ്ങനെ അപ്രകാരം ഒരു വലിയ തീച്ചൂളയിലെ കത്തി നശിക്കുവാനായിട്ട് മരിക്കുവാനായിട്ട് പോളികാർപ്പിനിടയായി. But you know what happened? എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? There were several palace guard and onlookers who were seeing Polycarp burning to ashes. അങ്ങനെ അവിടെ അകമ്പടി പട്ടാളക്കാരും കാഴ്ചക്കാരും ഒക്കെ പോളികാർപ്പ് ഈ അഗ്നിയിൽ മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, and this is what many of them said, അവരിൽ പലരും പറഞ്ഞത് ഇപ്രകാരമാണ്, is this something of faith worth dying on the fire? ഒരു അഗ്നിയിൽ മരിക്കത്തക്കവണ്ണമുള്ള എന്തെങ്കിലും യോഗ്യതയുള്ളതാണോ ഈ വിശ്വാസം? And so we should consider very positively about this faith. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസം ഞങ്ങളും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. Sometimes we shy away from our faith just because we are so conscious of what others would be talking about us. മറ്റുള്ളവർ നമ്മെ പറ്റി എന്ത് പറയും, എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നാം അകന്നു നിൽക്കുന്നതായ ഒരു പുറത്ത് കാണിക്കാതെ അകന്നു നിൽക്കുന്ന ഒരു അനുഭവം പലപ്പോഴും. Sometimes we are so shy to talk about the faith even when it is asked to us. നമ്മളോട് ചോദിച്ചാൽ പോലും നമ്മുടെ വിശ്വാസത്തെ പറ്റി സാക്ഷ്യം പറയുവാൻ നാം ലജ്ജിക്കാറില്ലേ? Living with an eternal purpose just means that allowing God to use the tough circumstances in our life. ഒരു നിത്യമായ കാഴ്ചപ്പാടിൽ ജീവിക്കുമ്പോൾ കഠിന സാഹചര്യങ്ങളിൽ ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കുവാനായി നീ അവനെ അനുവദിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. And secondly, don't get sidetracked by petty disagreements. രണ്ടാമത് Don't get sidetracked by petty. നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ മേലിൽ നിങ്ങളുടെ ഗതി മാറിപ്പോകുവാനിടയാകും. You know, sometimes disagreements come within us. ചില സമയത്ത് നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. We don't agree with certain ways of functioning. ചില കാര്യങ്ങളിൽ ചില രീതിയിൽ പ്രവർത്തിക്കുന്നത് എപ്പോഴും നമുക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. But remember, our ultimate focus is to get to the eternal destination. എന്നാൽ ഓർക്കുക, നമ്മളുടെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് നിത്യതയിൽ ചെന്നെത്തിച്ചേരുക എന്നുള്ളതാണ്. You know, sometimes I see off late after COVID pandemic scenario, we have all lot of preaching and singing on social media. ഈ സമയങ്ങളിലെ ഈ മഹാമാരി നമ്മുടെ ചുറ്റുപാടുമുള്ളത് കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് പ്രസംഗങ്ങളും പാട്ടുകളും ഒക്കെ സന്ദേശങ്ങളും ഒക്കെ നാം കേൾക്കാറുണ്ട്. A couple of people send personal messages and say that go to my YouTube and like it so that I have more likes. ചിലരെ നമുക്ക് സന്ദേശങ്ങൾ അയച്ചിട്ട് പറയുന്നു, എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നീ ലൈക്ക് ചെയ്യുക, അങ്ങനെ എനിക്ക് ഒത്തിരി ലൈക്ക് കിട്ടട്ടെ. So I spoke to somebody and asked him, do you want me to get the message that God spoke through you to me, or you just want that I should put a press the like button there? ഞാൻ അവങ്ങളിൽ ഒരാളോട് ചോദിച്ചു, നിന്നിൽ കൂടി ദൈവം എന്നോട് സംസാരിച്ച സന്ദേശമാണോ ഞാൻ കേൾക്കേണ്ടത്, അതോ നിനക്ക് ഞാൻ ഒരു ലൈക്ക് ആണോ തരേണ്ടത്? But then very soon I realized he is not ready to be convinced of any of the things that I talked to him. ഞാൻ തന്നോട് സംസാരിച്ച കാര്യങ്ങൾ ഒന്നിലും തന്നെ തനിക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന് എനിക്ക് വളരെ വേഗം മനസ്സിലായി. I didn't want to argue with the person. ആ വ്യക്തിയോട് വാദപ്രതിവാദം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. You know, I have been involved in apologetic ministry for almost 7 years. 7 വർഷത്തോളം ഞാൻ അപ്പോളജറ്റിക് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. I got trained for about 3 years, and then for 7 years I was working in defending the gospel. 3 വർഷത്തോളം ഞാൻ അതിനുവേണ്ടി ട്രെയിനിങ് ലഭിച്ചു. പിന്നെ 7 വർഷക്കാലം ഞാനത് സുവിശേഷത്തിന്റെ അംഗീകരിക്കുവാൻ അതിന്റെ പ്രതിരോധത്തിനായി ഞാൻ പ്രവർത്തിച്ചു. Constantly into small and big arguments and discussions. ഞാൻ വളരെ സാധാരണയായി വലിയ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. You know, I remember what Ravi said once. ഒരിക്കൽ രവി ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. In one of our staff meet, he said like this. ഞങ്ങളുടെ സ്റ്റാഫ് മീറ്റിംഗിൽ ഒരിക്കൽ താൻ ഇപ്രകാരം പറഞ്ഞു, you know, you can win an argument but you will lose the person. നിനക്കൊരു വാദപ്രതിവാദം ജയിക്കുവാനായി കഴിയും, പക്ഷേ ആ വ്യക്തിയെ ഒരുപക്ഷെ നേടുവാൻ കഴിയില്ല. So don't get into an argument with anybody even if you are right. നീ പറയുന്നത് ശരിയാണെങ്കിൽ പോലും ഒരു വ്യക്തിയോട് നീ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. It is a futile exercise in your life. കാരണം നിന്റെ ജീവിതത്തിൽ അത് ഫലമുണ്ടാക്കുവാൻ പോകുന്നതായ ഒരു പ്രവൃത്തിയാണ്. Just backtrack and stay where you are. നീ
പിന്നിലേക്ക് മാറി നീ ആയിരിക്കുന്നിടത്ത് തന്നെ ആയിരിക്കുക. And this is what that big man of God said. ആ വലിയ ദൈവമനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. Don't think by the best of the arguments you can win the person. ഏറ്റവും മനോഹരമായ വാദമുഖങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയെ നേടുവാൻ കഴിയുമെന്ന് You വിചാരിക്കരുത്. can never win a person with the best of the arguments of logic. ഏറ്റവും നല്ല യുക്തിപരമായ വാദങ്ങൾ കൊണ്ട് നിനക്ക് ഒരു വ്യക്തി ഒരിക്കലും നേടുവാൻ കഴിയില്ല. That doesn't mean you need not go into the lessons of logic and fallacies. എന്നാൽ യുക്തിയുടെയും മറ്റും വാദങ്ങൾ നീ ഉപയോഗിക്കരുത് എന്നല്ല അതിന്റെ You അർത്ഥം. need all of them. നിനക്ക് അതിന്റെ ഒക്കെ ആവശ്യമുണ്ട്. But how you can win a person, because it's a spiritual battle and you should be praying to the Lord for the person with whom you are talking. എന്നാൽ ഒരു വ്യക്തിയെ നിങ്ങൾ നേടണമെങ്കിൽ അതൊരു ആത്മീക യുദ്ധമാണെന്ന് മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. But in this course, never get distracted from what you are attempting to. എന്നാൽ നീ പോകുന്നതായ ഈ വഴി ഒരിക്കലും തെറ്റുവാനിടയാകരുത്. നിന്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ നിന്നെ നയിക്കേണ്ടതുണ്ട്. Because your focus is to see the eternity clear before you. നിന്റെ മുമ്പിലുള്ളതായ ഏറ്റവും വലിയതായ കാഴ്ചപ്പാട് ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് നിത്യതയുടെ കാഴ്ചപ്പാടായിരിക്കണം. I mean, I have seen people changing fellowships because they don't get along with people. മറ്റുള്ളവരുമായി ചേർന്ന് പോകുവാനായി യോജിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ട് കൂട്ടായ്മ മാറുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. And it is very unfortunate. വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. But we have to live with an eternal perspective in our life. നമ്മുടെ ജീവിതത്തിൽ നിത്യമായ കാഴ്ചപ്പാടിൽ ജീവിക്കുക. You know, there can be people worshiping differently, but we should agree that we would love them. നിന്നേക്കാൾ വ്യത്യസ്തമായി ആരാധിക്കുന്നവരായ വ്യക്തികൾ ഉണ്ടായിരിക്കും. എന്നാൽ അവരെ സ്നേഹിക്കുക എന്നുള്ള കാര്യത്തിൽ നീ അവരോട് യോജിക്കണം. You can have your ideas and you can have your own ways of worshiping and singing and praising God. നിന്റേതായ ഐഡിയകളും നീ ആരാധിക്കുന്നതായ പാട്ടുകൾ പാടുന്നതായ രീതി നിനക്കുണ്ടാകാം. But then you should know that all of us are worshiping a Lord who is Lord and sovereign over everybody. എന്നാൽ നീ മനസ്സിലാക്കുക, നാം എല്ലാവരും ആരാധിക്കുന്നത് സർവാധികാരിയായ നമ്മുടെ രക്ഷിതാവായ ഒരേ ഒരു ദൈവത്തെ മാത്രം. Don't get distracted from your ultimate goal in life. നിന്റെ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ നിന്നും ഗതിമാറി പോകുവാനിടയാകരുത്. Live for Christ every day in your life. നിന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. Every day is a one step closer to your eternal day. നിന്റെ നിത്യമായ ലക്ഷ്യത്തിലേക്ക് ഓരോ ദിവസവും ഒരു ചുവട് കൂടി നീ അടുക്കുകയാണ്. I mean, let me bring two verses before you. നിങ്ങളുടെ മുമ്പാകെ രണ്ട് വാക്യങ്ങൾ ഞാൻ കൊണ്ടുവരട്ടെ. Verse 20. 20ാമത്തെ വാക്യം. And he says, Christ is exalted, he will be magnified in my body, whether by life or by death. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിക്കാതെ പൂർണ്ണധൈര്യം കൊണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. And in verse 21, for me to live is Christ and to die is gain. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. 21ാമത്തെ വാക്യം. You know, every day of our life is focused on what is eternal. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്താണ് നിത്യമായതെന്ന് മനസ്സിലാക്കി അതിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. Look at somebody who is imprisoned and he is staying in the dungeon. ഇവിടെ ഇതാ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട ഇരുണ്ട കുഴിയിലായിരിക്കുന്ന ഒരു വ്യക്തി. He has an uncertain future before him. അവന്റെ മുമ്പാകെയുള്ള ഭാവിക്ക് യാതൊരു നിശ്ചിതാവസ്ഥയുമില്ല. He doesn't know when he would be executed. എപ്പോഴാണ് താൻ മരിക്കുവാൻ പോകുന്നത് തനിക്ക് അറിഞ്ഞുകൂടാ. And he doesn't know how long his imprisonment would be going on. എത്ര നാൾ അവിടെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരുമെന്നും തനിക്ക് അറിഞ്ഞുകൂടാ. But then he knows one thing for sure. എന്നാൽ ഒരു കാര്യം അവന് ഉറപ്പുണ്ടായിരുന്നു. Christ would be exalted in my body whether I live or I die. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഉയർത്തപ്പെടണമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. That is how our perspectives of life should be. അതായിരിക്കണം നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ളതായ കാഴ്ചപ്പാട്. What I achieve in life, what I lose in life, irrespective of that, I want Christ to be glorified in my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നേടിയാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നഷ്ടപ്പെട്ടാലും യേശു എൻ്റെ ജീവിതത്തിൽ കൂടി മഹത്വപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുക. There is this brilliant writer called Gordon Fee. ഗോർഡൻ ഫീ എന്നറിയപ്പെടുന്ന വലിയ നല്ല ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. He has made a statement like this. താൻ പറഞ്ഞതായ ഒരു പ്രസ്താവന ഇങ്ങനെയുണ്ട്. Too often for us it is to live is Christ plus other pursuits in life. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ജീവിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവും അതിനോട് ചേർന്നുള്ളതായ മറ്റ് ജീവിത കാര്യങ്ങളും ചേർന്നതാണ്. Other pursuits like work, leisure, accumulating wealth, relationship, all of them come together with that. ജോലി, ധനം,
സന്തോഷകരമായുള്ള ജീവിതം, കുടുംബജീവിതം, ഇതൊക്കെയും അതിനോട് ചേർന്ന് വരും. We are living for Christ, but with all these pursuits in our life. നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു, അതേസമയം ജീവിതത്തിൻ്റെതായ ഈ കാര്യങ്ങളിൽ, ഈ വ്യാപാരങ്ങളിലെല്ലാം ഇടപെടുന്നു. Gordon Fee continues further. ഗോർഡൻ ഫീ ഇങ്ങനെയാണ് പിന്നെ തുടരുന്നത്. And if the truth were known, all too often the plus factor becomes the primary passion in our life. എന്നാൽ സത്യം എല്ലാവർക്കും അറിയാം, കാലക്രമേണ ആ പ്ലസ് ഫാക്ടറുകൾ അതിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളായിരിക്കും പ്രാഥമികമായി മാറുന്നത്. Living for Christ becomes secondary in our lives. യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ പരിഗണനയിലേക്ക്. Plus factor which we get by worshiping the Lord or relationship with the Lord becomes primary in our life. ദൈവത്തിൽ നിന്നോടുള്ള ബന്ധപ്പെടുന്നത് കൊണ്ട്, ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് നാം നേടുവാൻ പോകുന്ന കാര്യങ്ങൾ ആ പ്ലസ് ഫാക്ടർ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാഥമികമായി മാറുന്നത്. We know that we have to worship the Lord to get all these things in our lives. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ലഭിക്കുവാൻ ദൈവത്തെ ആരാധിക്കണം നമുക്കറിയാം. And when we get these things in our lives, എന്നാൽ ആ കാര്യങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ, God becomes secondary in our life. ദൈവം നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത്തെ അനുഭവത്തിലേക്ക് പോകുന്നു. When I pursue my primary pursuits in my life, if there is time, if there is resources available, I will be worshiping the Lord. എൻ്റെ പ്രാഥമികമായ പരിഗണനയിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ ഞാൻ പോകുമ്പോൾ, സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവസരം ലഭിച്ചാൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കാം. But this COVID pandemic has brought all these pursuits to a screeching halt in our life. എന്നാൽ ഈ കോവിഡ് പാൻഡമിക്കിൻ്റെതായ അനുഭവത്തിൽ കൂടി നാം കടന്നുപോയപ്പോൾ ഇപ്രകാരമുള്ള പ്രാഥമിക കാര്യങ്ങളെല്ലാം ഒരു വലിയ സഡനായിട്ടുള്ള ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. God also has seen that sometimes we were too fast in pursuing some of these pursuits which have become primary in our lives. നമ്മുടെ ജീവിതത്തിൽ നാം പിൻഗമിച്ചുകൊണ്ടിരുന്ന ഈ ചില വ്യാപാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാഥമികമായി അതിന്റെ പിന്നാലെ നാം അതിവേഗം പോകുന്നുവെന്ന് ദൈവം തന്നെ കണ്ടു. And so when the speed has been slowed down, we all felt very bad in the initial days. അങ്ങനെ ആ സ്പീഡ് വളരെ വേഗം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം വളരെയധികം ഭാരപ്പെടുവാനിടയായി. I remember Pastor Samuel John speaking on our prayer line saying that we were traveling with more baggages than actually what we needed. നമ്മുടെ പ്രയർ ലൈനിലെ പാസ്റ്റർ സാമുവൽ ജോൺ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നമുക്ക് ആവശ്യമുള്ളതിലധികം ഭാരങ്ങൾ വഹിച്ചുകൊണ്ടാണ് നാം യാത്ര ചെയ്യുന്നത്. And these baggages were slowing down our pursuit for Christ in our lives. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നേടുവാനുള്ളതായ, നമ്മുടെ പിൻഗമിക്കുവാനുള്ളതായ യാത്രയിലെ ഈ ഭാരങ്ങൾ നമ്മെ പുറകിലേക്ക് വലിക്കുന്ന അനുഭവമായിരുന്നു. And that's the reason, if my job and my physical health permits, I will be worshiping the Lord. അതുകൊണ്ടാണ് എൻ്റെ ജോലിയോ എൻ്റെ ശാരീരികമായ അവസ്ഥയോ അനുവദിച്ചാൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. If I have to pursue my pursuits and I have to see that is ensured, and then I will follow the Lord. എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതായ ഈ കാര്യങ്ങളെ ഞാൻ പിൻഗമിക്കും, അതിനുശേഷം ഞാൻ ദൈവത്തെയും പിൻഗമിക്കും. That is the reason fellowships had taken a secondary part, a back burner in our active lives of our spirituality. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീക ജീവിത വഴികളിലെ കൂട്ടായ്മകളെ ഒരു പുറകിലേക്ക് മാറുവാനായിട്ട് ഇടയായി തീർന്നത്. We say that we are walking with the Lord. നാം ദൈവത്തോട് കൂടെ നടക്കുന്നു എന്ന് നാം പറയും. But then I pause for a minute and think that what is it that the kingdom of God gets by pouring all these blessings in our lives? ഒരു നിമിഷം നിന്നിട്ട് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ അനുഗ്രഹങ്ങളെല്ലാം തരുന്നത് കൊണ്ട് ദൈവരാജ്യത്തിന് എന്ത് പ്രതിഫലം? We need abundance of blessings in our lives. നാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി തന്നെ കാണുന്നു. We sing glorifying God in our lives. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകൾ നാം പാടുന്നു. True, we need to be glorifying God. നാം ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളത് ശരിയാണ്. But some of the active songs which have lost in the present generation is that God also is a God of disciplining our lives. എന്നാൽ ഈ തലമുറയിൽ പാടുന്ന പല പാട്ടുകളിലും കാണാത്ത ഒരു കാര്യം, നമ്മുടെ ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്ന ദൈവവുമാണ്. This God is working on us to discipline and mold us to what we need to become so that we qualify for the eternal kingdom. നാം ആരായി തീരണമെന്നുള്ളത് അറിഞ്ഞ് അതിനുവേണ്ടി നമ്മളെ അച്ചടക്കം പഠിപ്പിക്കുകയും നമ്മെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമായതുകൊണ്ട് നമ്മെ നിത്യതയിൽ എത്തിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. We know how to stand in a wedding party, a birthday party, and all these respective places. We know how to present ourselves. ഒരു വെഡിങ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മെ തന്നെ എങ്ങനെ അവിടെ കാണിക്കണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. We know how to appear on a Sunday morning worship service. ഞായറാഴ്ച
രാവിലെ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ എപ്രകാരം നാം നമ്മെ തന്നെ പ്രസന്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. The master shepherd wants to see that he molds us and shapes us, and he forms a character to present each one of us before the Father who said that go and give your life for these people. എന്നാൽ നല്ലിടയനായത് നമ്മുടെ കർത്താവ് നമ്മെ രൂപപ്പെടുത്തി നമ്മെ നന്നായിട്ട് ഒരുക്കി വലിയ ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ നിർത്തുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിന് നമ്മോട് പറയുവാനുണ്ട്, നീ പോയി നിന്റെ പ്രവൃത്തി ചെയ്യുക. Bringing back Joel Hemphel's song again. ജോയൽ ഹെംഫലിന്റെ പാട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി മടങ്ങി വരട്ടെ. In the mirror of his word, തന്റെ വചനമാകുന്ന കണ്ണാടി, reflections that I see ഞാൻ കാണുന്നതായ പ്രതിബിംബം makes me wonder why he never gave up on me. അത് കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അവൻ എന്നെ ഇതിനോടകം തന്നെ തള്ളിക്കളയാതിരുന്നത്. There are several times where I have thought, Lord, why haven't you given up on me? ഞാൻ ഇതിനോടകം പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ നീ എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിക്കാതിരുന്നത്. I mean, I am worth being given up, Lord, because that is what I deserve because of my deeds and my actions. എന്റെ പ്രവൃത്തികളിൽ കൂടി എന്റെ വഴികളിൽ കൂടി ഞാൻ ചെയ്തത് ഓർത്താൽ ദൈവമേ നിനക്ക് എന്നെ തള്ളിക്കളയാൻ കഴിയുമായിരുന്നു. Joel says like this, but he loves me as I am and helps me when I pray. എന്നാൽ ജോയൽ പിന്നെയും പറയുകയാണ്, അവൻ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്നെ സഹായിക്കുകയും ചെയ്യും. But he helps me as I am and helps me as I pray. ഞാൻ ആയിരിക്കുന്നത് പോലെ അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്നെ സഹായിക്കുന്നു. Remember, he is the potter, I am the clay, and he is still working on me. ഓർക്കുക, അവനാണ് കുശവൻ, ഞാൻ വെറും കളിമണ്ണാണ്, അവൻ ഇന്നും എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Each day, every moment he is working on me. ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും അവൻ എന്നിൽ പ്രവർത്തിക്കുക. I want to remind you a very startling message to you. നിങ്ങളോട് വളരെ ഭയാനകമായ ഒരു സന്ദേശം ഞാൻ പറയട്ടെ. You know, there was a old Hindi song. വളരെ പഴയ ഒരു ഹിന്ദി പാട്ടുണ്ടായിരുന്നു. And every time that song was sung when I was very young, it used to send fear down my spine. ഞാൻ ചെറുപ്പത്തിൽ ആ പാട്ടുകൾ പാടുന്ന ഓരോ സമയവും എന്റെ ഉള്ളിൽ വലിയ ഭയം തോന്നാറുണ്ട്. Those songs are not being sung today. അത് ഇന്ന് സാധാരണയായി പാടുന്ന പാട്ടുകളല്ല. You know, today the songs are praising God. ഇന്നത്തെ പാട്ടുകൾ ദൈവത്തെ സ്തുതിക്കുക. I mean, we praise God blesses. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുക. I ask for healing and he heals me. ഞാൻ രോഗസൗഖ്യത്തിനായി ആവശ്യപ്പെടുന്നു, അവൻ എന്നെ സൗഖ്യമാക്കുന്നു. I am praying for the way and he opens the way for me. എന്റെ വഴിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അവൻ എനിക്ക് വഴി തുറക്കും. All these things are true. ഇതൊക്കെ ശരിയാണ്. But then this Hindi song says like this. ഈ ഹിന്ദി പാട്ട് ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. One day the book would be opened my book would be opened. ഒരു ദിവസം എന്റെ പുസ്തകം തുറക്കപ്പെടും. He will look into my accounts in that book. ആ പുസ്തകത്തിൽ എന്റെ കണക്ക് അവൻ നോക്കും. And he will have the weighing machine on his hand. അവന്റെ കയ്യിൽ തുലാസ് അവൻ കയ്യിൽ പിടിച്ചിരിക്കും. You know, the olden days the weighing machine used to be different. പഴയ കാലഘട്ടങ്ങളിലെ തൂക്കം നോക്കുന്ന മെഷീൻ വ്യത്യസ്തമാണ്. You know, it will have a rod like this. അതിനിങ്ങനെ ഒരു കമ്പിയുണ്ട്. And then there are two hanging thing on either side. രണ്ട് വശത്തും തട്ടികൾ തൂക്കിയിട്ടിരിക്കും. And on one side you put 1 kg, you know, it's a measured thing. ഒരു വശത്ത് 1 കിലോഗ്രാമിന്റെ ഭാരം വെക്കും. And on this side there are things kept till it balances. മറുവശത്ത് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ടിട്ട് അത് ബാലൻസ് ആകുന്നത് വരെ. So this songwriter says the just machine, weighing machine is in his hand. ഈ പാട്ട് എഴുതിയ വ്യക്തി പറയുകയാണ്, അപ്രകാരമുള്ള തുലാസ് ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. And he says, what would be my weight, he will know which he is a just God. അവൻ നീതിയുള്ള ദൈവമായതുകൊണ്ട് എന്റെ ഭാരം, എന്റെ തൂക്കം എത്രയാണെന്ന് അവൻ അറിയാം. You know, when we reach the eternal door, the eternal destination in our lives, നമ്മുടെ ജീവിതത്തിൽ നിത്യമായ വഴിയിലെ നിത്യമായ വാതിൽക്കൽ നാം എത്തിച്ചേർന്ന് കഴിയുമ്പോൾ, and if we are deprived entry into the place, അവിടെ കയറുവാൻ നമുക്ക് വഴി അവൻ വാതിൽ തുറന്നു തന്നില്ല. we had a big house in this world. ഈ ലോകത്തിൽ വലിയൊരു ഭവനം ഉണ്ടായിരുന്നു. People applauded all that we did. നാം ചെയ്ത കാര്യങ്ങളൊക്കെ ആളുകൾ അംഗീകരിച്ചിരുന്നു. People wanted us because of the money and the talent and the resource that we had. നമുക്കുണ്ടായിരുന്ന ധനവും കഴിവും ഒക്കെ കണ്ട ആളുകൾ നമ്മെ എപ്പോഴും അംഗീകരിച്ചിരുന്നു. People appreciated us for the achievements in the life. ജീവിതത്തിൽ നാം നേടിയതൊക്കെ കണ്ട ആളുകൾ നമ്മെ അഭിനന്ദിച്ചിരുന്നു. But in this pursuit of these pleasures, if we have missed out the bandwagon, we will not reach that heavenly place. എന്നാൽ ഈ കാര്യങ്ങളുടെയൊക്കെയും പിന്നാലെ പോയപ്പോൾ നാം
സ്വർഗത്തിലേക്കുള്ള വാഹനം നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ നാം നിത്യവഴിയില് നിത്യമായ പാതയിൽ ഒരിക്കലും So എത്തിച്ചേരുകയില്ല. this morning I have to very humbly exhort each one of you listening to me. അതുകൊണ്ട് ഇന്ന് രാവിലെ വളരെ വിനയത്തോടുകൂടെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രബോധിപ്പിക്കട്ടെ. Live a life with an eternal perspective in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായ ഒരു കാഴ്ചപ്പാടിൽ നിന്റെ ജീവിതം നയിക്കുക. This pandemic brought too many stories to us. ഈ മഹാമാരി നിരവധി കഥകൾ നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ടുണ്ട്. I mean, at some point of time or other, there were people saying that this is a rich man's disease. ഒരു കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞു ധനവാന്മാരുടേതായ രോഗമാണ്. You know, many of the people with enough of riches and resources, they were not able to save their lives. ഒരുപാട് ധനമുണ്ടായിരുന്നവർക്കൊക്കെയും ജീവിതത്തെ രക്ഷിക്കുവാനായി അതിന്റെ ഇടയ്ക്ക് അവർ So കഴിഞ്ഞില്ല. let me wind up asking you a few questions. എന്നാൽ നിങ്ങളോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ അവിടെ അവസാനിപ്പിക്കാം. May I humbly ask you, what do you live for? നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഞാൻ നിന്നോട് വിനയമായി ചോദിക്കട്ടെ. Are you living for personal advancement? ജീവിതത്തിലെ വ്യക്തിപരമായ പുരോഗതിക്ക് വേണ്ടിയാണോ നീ Are ജീവിക്കുന്നത്? you living for material things in your life? നിന്റെ ജീവിതത്തിലെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ Are നീ you ജീവിക്കുന്നത്? living for pleasure in your life? നിന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണോ Are you ജീവിക്കുന്നത്? living for your children in this world? നിന്റെ ഈ ലോകത്തിൽ നിന്റെ പൈതങ്ങൾക്ക് വേണ്ടിയാണോ നീ Are you ജീവിക്കുന്നത്? living for your spouse in this world? നിന്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ വേണ്ടിയാണോ നീ But when ജീവിക്കുന്നത്? you stand before that white throne, നീ ആ വെള്ള സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ account would be asked of you for what has been given to you. നിനക്ക് നൽകിയതിൻ്റെതായ ഒരു കണക്ക് നിന്നോട് ചോദിക്കും. Your time and your resource, the account is already being kept there. നിന്റെ സമയത്തിന്റെയും നിന്റെ വിഭവസമ്പത്തുകളുടെയും കണക്ക് അവിടെ ഇതിനോടകം തന്നെയുണ്ട്. Every time I walk into a place and I see this board written there, ഞാൻ എപ്പോഴും ഒരു സ്ഥലത്തേക്ക് കടന്നുപോയി ഇങ്ങപ്രകാരം ഒരു ബോർഡ് കാണുമ്പോൾ the place you are entering into is being monitored by a CCTV. നിങ്ങൾ പ്രവേശിക്കുന്നതായ ഈ സ്ഥലം ഒരു ക്യാമറ കൊണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. And so that is the kind of a word that strikes my mind every time. ഞാൻ അങ്ങനെ കാണുമ്പോൾ എപ്പോഴും എന്റെ മനസ്സിൽ അത് പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു There വാക്കാണ്. is a God who is telling me every moment, എന്നെ ഓരോ നിമിഷവും എന്നോട് പറയുന്നതായ every step that you take in your life, നിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചുവടുകളും, every decisions you make in your life, നിന്റെ ജീവിതത്തിൽ നിയമിക്കുന്നതായ ഓരോ തീരുമാനങ്ങളും, the praising God with every achievement and success in your life. നിന്റെ ജീവിതത്തിലെ സകല കഴിവ് സകല നേട്ടങ്ങളും നൽകി തന്ന ദൈവത്തെ സ്തുതിക്കുമ്പോൾ There is somebody looking up from there. അവിടെ നിന്ന് നിന്നെ നോക്കുന്ന ഒരു വ്യക്തിയുണ്ട്. He is not just looking at you. അവൻ വെറുതെ നിന്നെ നോക്കുക മാത്രമല്ല, His heart saves every action of yours. അവന്റെ ഹൃദയം നിന്റെ ഓരോ പ്രവൃത്തിയും കണ്ട് അവിടെ അത് വേദനിക്കുന്നുണ്ട്. The hard disk that God saves every action and thought of yours. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിന്റേതായ ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്തിട്ടുണ്ട്. And he would open all of them on that final day. അവൻ അതൊക്കെയും ആ അന്ത്യ ദിവസങ്ങളിൽ നിന്റെ മുമ്പാകെ തുറക്കും. People who have been applauding you so much, നിന്നെ വളരെയധികം അംഗീകരിക്കുകയും കൈയടിക്കുകയും ചെയ്ത ജനങ്ങൾ, you were on a high esteem before a fellowship and a community. നിന്റെ സമൂഹത്തിലും നിന്റെ കൂട്ടായ്മയിലും നീ ഏറ്റവും ഉന്നത അവസ്ഥയിലായിരുന്നു. But what would it be when we stand before the white throne? എന്നാൽ ദൈവത്തിന്റെ വെള്ള സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവിടെ എന്തായിത്തീരും? Can you say very boldly, I live for Christ? ഞാൻ വളരെ ഉറപ്പോടെ നിനക്ക് പറയുവാൻ കഴിയുമോ, ഞാൻ ക്രിസ്തുവിനായി ജീവിക്കുന്നു. And there is no other focus in my life. എന്റെ ജീവിതത്തിൽ മറ്റ് യാതൊരു കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. Whether I am studying in this world, ഞാൻ ഈ ഭൂമിയിൽ പഠിക്കുമ്പോൾ, whether I am working in this world, ഞാൻ ഈ ഭൂമിയിലെ ജോലി ചെയ്യുന്നു, whether I am pursuing my career in this world, ഈ ലോകത്ത് ഞാൻ എന്റെ ജോലികളിൽ മുന്നോട്ട് പോകുന്നു, even if I am living as a housewife in this world, ഒരു കുടുംബിനിയായി മാത്രമാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നതെങ്കിലും, can I very boldly say, I live for Christ? എനിക്ക് നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയുമോ, ഞാൻ ക്രിസ്തുവിനായി ജീവിക്കുന്നു. And if it is I am living for the Christ, ഞാൻ ക്രിസ്തുവിനായി ജീവിക്കുന്നുവെങ്കിൽ, all that contributes to my survival and existence, even if it is taken away, nothing do I lose in my life. ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കുവാനായി എനിക്ക് നൽകപ്പെട്ട സകലതും അതെടുക്കപ്പെട്ടാലും എന്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. I can very boldly say, God gave and God took it away. എനിക്ക് ഉറപ്പോടെ പറയുവാനായി കഴിയും, യഹോവ തന്നു, യഹോവ എടുത്തു. That's why Jesus said, seek ye first the kingdom of God and his righteousness, അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, and all these things shall be added unto you. ഇതൊക്കെയും അതിനോട് കൂടെ നിനക്ക് ലഭിക്കും. A person who is in a house arrest, കുടുംബ ഒരു ഭവനത്തിലെ അറസ്റ്റിൽ അയക്കപ്പെട്ടിരുന്ന a person who has an uncertain future ahead of him, അവരുടെ ഭാവിയെ പറ്റി അവന് യാതൊരു വിധമായ നിശ്ചിതാവസ്ഥയുമില്ല. he is the most joyful person around.
അവിടെയുള്ളതിൽ ഏറ്റവും സന്തോഷവാനായ വ്യക്തി ഇപ്പോൾ അവനാണ്. Only reason is he is living for Christ. Only reason is he is living for Christ. അതിന്റെ ഏക കാരണം അവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. And he knows the worst that can happen to him. അവന് സംഭവിക്കാവുന്ന ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അവൻ He അറിയാം. knows the worst thing that can happen in his life. തന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ കാര്യം And that is death by the Caesar of the world. ആ ലോകത്തിന്റെ കൈസർ അവനെ കൊല്ലുക എന്നുള്ളതായിരിക്കാം. He would put his sword on his head. തന്റെ വാൾ അവന്റെ കഴുത്തിന്റെ മേൽ വെച്ച് പതിച്ചു But then he കൊന്നേക്കാം. says that I will experience gain because I know I'll be with my Lord whom I serve. അതുകൊണ്ട് താൻ പറയുന്നു എനിക്കത് ലാഭം മാത്രമാണ്, കാരണം ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ സേവിക്കുന്ന യേശുവിനോട് കൂടി ആയിരിക്കും. To all who you are going through tough situation in your life, നിങ്ങളുടെ ജീവിതത്തിൽ കഠിന സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്ന even if your dreams have been shattered, നിന്റെ സ്വപ്നങ്ങൾ തകർന്നു എന്ന് വന്നാൽ you don't know what's going to happen ahead of you. നിനക്ക് മുമ്പാകെ ഇനി എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് ഒരുപക്ഷെ അറിഞ്ഞുകൂടാ. If you live a life with eternal perspective, നിത്യമായ ഒരു കാഴ്ചപ്പാടിലാണ് നിന്റെ ജീവിതം നീ നയിക്കുന്നത്. finally I want to remind you once again, അവസാനമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. he is still working on you അവൻ ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. to make you what you need to be. നീ ആരായി തീരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നോ അതായി തീരുവാൻ. And that is what God expects from our life. അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. Shall we look to the Lord in prayer? നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം.